പ്രിയരെ, ഞാൻ അനീഫ് കട്ടുപ്പാറ. നമ്മളെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. റസൂല് പ്രവാചക പ്രമ നമ്മുടെ പുണ്യനബിയുടെ മീലാദിന്റെ സമയങ്ങളാണ്. നല്ല ദിനരാത്രങ്ങൾ. എല്ലാവർക്കും നബിദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നമുക്ക് അത്രക്കല്ല നമ്മൾ നബിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുള്ളൂ. 1000 രൂപ നമ്മളെ ഫോളോവേഴ്സിന് നമ്മളെ വീഡിയോ കാണുന്ന 1000 രൂപ എങ്ങനെയാണ് എന്താണെന്ന് വീഡിയോ അവസാനം വരെ കാണുക. അഥവാ പ്രവാചക പ്രേമികൾക്ക് വേദന ഉണ്ടാക്കുന്ന ഓരോ ക്ലിപ്പുകൾ കാണുമ്പോൾ അതിന് റിയാക്ട് ചെയ്യുകയാണ് ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ഞാൻ വെച്ചു തരുന്ന ഈ ക്ലിപ്പ് തന്നെ മറുവശത്തുള്ള നിരീശ്വര പ്രസ്ഥാനത്തെ നിരീശ്വരവാദികളും അതുപോലെ ഇസ്ലാമിനെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒത്തിരി ആളുകളും ഇതാണ് മുഹമ്മദ് നബി എന്ന് കൊഞ്ഞനം കുത്തി പല്ലിളിച്ചുകൊണ്ടുള്ള ഒരുപാട് ക്ലിപ്പ് ഞാൻ കണ്ട് ഇതിന് മറുപടിയായിട്ട്. അതിനൊക്കെ ഏണിയും വളവും വെച്ചു കൊടുത്ത് ദീനിനെയും പുണ്യനബിയെയും ഇത്ര അവഹേളിക്കാൻ കുത്തിവലിക്കാൻ വെളിയിലേക്ക് ഇട്ടുകൊടുക്കുന്ന തലപ്പവതാരികളെ ഭീഷണിയാണ് നമ്മുടെ റസൂലിനും പ്രവാചക പ്രേമികൾക്കും ദീനിനും. അതുകൊണ്ട് ഞാൻ ഒരു 1000 രൂപ എന്റെ ഫോളോവേഴ്സിന് വേണ്ടി ഓഫർ ഇടുകയാണ്. എത്ര പേർക്ക് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഇത്രയൊക്കെല്ലാം നമ്മൾ നബിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ക്ലിപ്പ് കണ്ടുകൊണ്ടുള്ള ഉള്ളിലുള്ള വേദനയോടെയാണ് ഇത്ര ധൈര്യത്തിൽ ഞാൻ ഓഫർ പറയുന്നത്. ചെറുതല്ല, പ്രവാചക പ്രേമം നമുക്ക് നബിക്ക് വേണ്ടി അത് ചെയ്യാൻ കഴിയുള്ളൂ. എന്താണെന്ന് വീഡിയോ അവസാനം വരെ കണ്ടാൽ എന്തിനാണ് ഈ 1000 രൂപ കിട്ടുന്നത്. അപ്പൊ ഫോളോവേഴ്സിന് ആണെങ്കിലും ഫോളോവേഴ്സ് അല്ലാത്തവർക്കും ഇത് ഫോളോവേഴ്സും എന്തല്ലത് പ്രവാചക പ്രേമികൾക്ക് 1000 രൂപക്കുള്ള ഒരു ഓഫർ. വീഡിയോ ഫുള്ള് കാണുക. ഈ ക്ലിപ്പ് കണ്ടതിന് ശേഷം അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. അപ്പൊ ഈ പണ്ഡിത വേഷധാരിയായ ഈ സുഹൃത്ത്, ഞാൻ 3-4 വീഡിയോ ഈ സുഹൃത്തിനെ കുറിച്ച് ചെയ്തിരുന്നു. പക്ഷെ ഇത്രയും ഒരു അരിശത്തോടെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അശ്വനി നൗഷാദ് ഒതുക്കുങ്ങൽ ഹിയാസുനിയിൽ പഠിച്ച പണ്ഡിത വേഷധാരി. ഈ ലൈഫാണോ എന്താണേലും പൊതുജനങ്ങളുടെ ഇത്രയും പച്ചക്ക് പുണ്യനബിയെ കുത്തിവലിക്കാൻ, ഇത്ര അവഹേളിക്കാൻ വലിച്ചെറിഞ്ഞിട്ട് എന്തൊക്കെയാണ് പറയുന്നത്. ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. വീഡിയോ ഞാൻ ആവർത്തിക്കില്ല. നബിയെ കണ്ടാണ് അവർ നബിയെ എന്തൊക്കെയായിട്ട് അവർക്ക് ചിത്രീകരിക്കാം. ഒരു പെണ്ണിലുബ്ധനാണ് എന്തുപോലെ അവർ എന്തൊക്കെയാണ് ക്ലിപ്പിൽ വിടുന്നത്. അപ്പൊ എന്റെ 1000 രൂപയുടെ ഓഫർ എന്താന്ന് പറയും. ഇത് ഇങ്ങനെ പറയുമ്പോ ആളെ കണ്ടോ ഈ പുള്ളിയുടെ. നമുക്കൊരാളെ വ്യക്തിയല്ല, നമുക്ക് നബി പ്രേമം, അതിന് നമുക്ക് എന്തും നബിയുള്ള പ്രേമം നമുക്ക് എന്തും ചെയ്യാം. അതൊക്കെ നബിയുടെ അവഹേളിക്കാണ്. അപ്പൊ 1000 രൂപയുടെ ഓഫർ പറയാൻ പോവുകയാണ്. ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ നൗഷാദ് അയത്തനെയാണ്. ഒരുപക്ഷെ ആളുകൾ ചുമലിട്ട് നടക്കുന്ന ആള്, ഒരു പണ്ഡിത വേഷധാരി. ഇസ്ലാമിന് ഇന്നത്തെ പഴയ ചേകനൂരിന്റെ ഓർമ്മയില്ലേ, ഇന്നത്തെ ഇസ്ലാമിന്റെ ഭീഷണിയാണ്. പുണ്യ റസൂലിനൊക്കെ വളരെ മോശമായിട്ടാണ് ചില ക്ലിപ്പുകളിൽ ചിത്രീകരിക്കുന്നത്. പൊതുജനങ്ങളിൽ പറയാൻ പറ്റാത്ത കാര്യം. അപ്പൊ 1000 രൂപ ഓഫറിലേക്ക് വരികയാണ്. ഈ പുള്ളിക്കാരൻ പറയുമ്പോഴൊക്കെ കണ്ടിരിക്കുന്ന ഒരു മൂലയുടെ ഒരു ഭാഗത്ത് ഒരു ചെരിവ് വഴിയാണ്, നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഈ 1000 രൂപയുടെ ഓഫർ എന്താണ് നീ ഞങ്ങളെ നബിയെ കുറിച്ച് പറഞ്ഞു എന്ന് ചോദിച്ച് ആ ചെരിവുള്ള മൂന്തക്കൊന്ന് കൊടുത്താൽ കുറച്ചുകൂടി ശരിയോ നീർന്നു നോക്കുക. അപ്പൊ 2 ഉപകാരമാണ്. 1, 3 ശരിയാവണേ അങ്ങനെ. അല്ലെങ്കിൽ നബിയോടുള്ള, നമുക്ക് നബിക്ക് വേണ്ടി ഇത്ര ചെയ്യാൻ കഴിയുള്ളൂ. നബിയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ക് കാരണം നമുക്ക് ഒന്നെങ്കിലും പൊട്ടിച്ച് ആ ഒരടി അടിച്ചവർക്ക് 1000 രൂപ. ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. നൗഷാദ് അഹ്സനിയെ തന്നെ വെറുതെ അല്ല, പുണ്യ നബിയെ ഇത്ര അവഹേളിക്കാൻ, കുത്തിവലിക്കാൻ കൈകന്മാർക്ക് ഇട്ടുകൊടുത്ത ഇത്തരം പ്രസ്താവനകൾക്ക് ഹുബ് റസൂൽ എന്ന അവരൊറ്റ ശിക്ഷകത്തിൽ നിന്നുകൊണ്ട്, അവരൊറ്റ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട്, റസൂലിനുള്ള പ്രേമം കൊണ്ട്, ഇഷ്ക് റസൂൽ കൊണ്ട്, റബീ ഈ വസന്ത മാസത്തില് പുണ്യ റബീന് പുണ്യ റസൂലിനെ കുറിച്ച് അവഹേളിച്ചതിന് ഒരു ശിക്ഷയായിട്ട് മൂന്തക്കൊന്ന് കൊടുത്താൽ 1000 രൂപ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും അല്ലാത്തവർക്കും ഉണ്ട്. നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക. അനീഫ കട്ടുപ്പാറ. നമുക്ക് പുണ്യനബിക്ക് ഇത്രക്കല്ലേ ചെയ്യാൻ. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇവര് എതിരാളികളെ തോൽപ്പിക്കാൻ, പറയുന്ന കാര്യം വിജയിക്കാൻ
ഏതറ്റം വരെ ഏത് നാറിയ കളിയും കളിക്കുന്ന ടീമാണ് നമുക്കറിയാം. അപ്പോൾ ചിരി വരെ ഓർക്കുമ്പോൾ എതിരാളികളെ തോൽപ്പിക്കാൻ ഒരു പക്ഷേ പിന്നെ ഈ പുള്ളിയെ ഷാദാസിനെ കെട്ടിപ്പിടിച്ച് സിംഗിളി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് മുഖത്തൊരു കൈ വെച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് മൂവ് എടുക്കാനും ഒരു മടിക്കാത്ത ടീമാണ്. ഈ നൗഷാദിനെ ഞങ്ങളെ പുണ്യ നബിയെ ഇത്ര അവഹേളിച്ചുകൊണ്ട് പരസ്യമായി പബ്ലിക്കിൽ ജനങ്ങൾക്കിടയിൽ കൊത്തിവലിക്കാൻ ഇങ്ങനെ ഇട്ടെടുത്തത്, ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്, നബി ഇത്ര പെണ്ണുപിടിയാനാണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചൊരു ഓർമ്മക്കായി അവന് തിരുത്താൻ വേണ്ടി മുഖത്ത് ഏകദേശം ഒരു 30 കിലോയിൽ കുറയാത്ത ഒരടി ഓർമ്മക്ക്. നമുക്ക് നബിക്ക് വേണ്ടി ഇത്ര ചെയ്യാൻ കഴിയുള്ളൂ. ശ്രോതാക്കളെ, ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതിയിട്ട് എന്നെ അറിയിക്കുക. ഓക്കെ.